പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ അതാത് മാസത്തിൽ സർക്കാർ വിതരണം ചെയ്യുകയാണ്. കുടിശ്ശിക തുകയും അതിനോടൊപ്പം തന്നെ സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്ക് സന്തോഷകരമായ ഒരു വാർത്ത എത്തിയിരിക്കുകയാണ്. നവംബർ മാസത്തിൽ 3200 തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും, കൈകളിലും. ഇതിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഒപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ന്യൂസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. നവംബർ 1 കേരളപ്പിറവി ദിനത്തിലാണ് ധനമന്ത്രി കെ.എൻ. ബാലൻ ഒരു ഗഡു ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചത്. അതിൻ്റെ വിതരണം നവംബർ 6 തന്നെ ആരംഭിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എല്ലാവർക്കും എത്തിച്ചേർന്നു. ഇപ്പോൾ ഇതാ വീണ്ടും 1600 കൂടി എത്താൻ പോകുന്നു. ഈ നവംബർ മാസം 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിൽ വിതരണമുണ്ടാകും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അറിയിപ്പ്. നാളെ ഇതിനുവേണ്ടി 1400 കോടി രൂപ കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ നവംബർ മാസ വിതരണം ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നത് കൈകളിലും 3200 വീതം വെച്ച് എത്തിച്ചേരും. മാർച്ച് മാസം മുതൽ സർക്കാർ അതാത് മാസത്തെ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്ത് വരികയാണ്. അതോടൊപ്പം തന്നെ കുടിശ്ശിക തുകയും ഒപ്പം തന്നെ വിതരണം നടത്തുന്നുണ്ട്. അതാണ് ഈ നവംബർ മാസം 3200 വരുന്നത്. ഇനി അടുത്ത മാസം ക്രിസ്മസിനും ഡിസംബർ മാസം 3200 ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും. ടോട്ടൽ 6400 ഈ മാസം നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത്. ഈ നവംബർ മാസം ആദ്യം 6-ാം തീയതി വിതരണം ചെയ്തത് കുടിശ്ശിക തുകയാണെന്നും അതുകൊണ്ട് തന്നെ ഈ മാസം നവംബർ മാസത്തെ പെൻഷൻ ഉടനെ വിതരണം ഉണ്ടാവും എന്ന സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. പൊതുജനങ്ങളെല്ലാവരും ജാഗ്രത വഹിക്കുക. ലിങ്ക് വന്ന നിങ്ങളുടെ അഭിപ്രായം അറിയേണ്ട കാര്യങ്ങളും വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ലിങ്ക് ആരും ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് സൈബർ സെല്ലിലോ അല്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക, ബന്ധപ്പെട്ട വിവരം അറിയിക്കണം. ലൈക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യരുത്. കൂടുതൽ ആൾക്കാരിലേക്ക്